ഇത് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അച്ഛനും മകനും കഴുതയെയും കൂട്ടി ഗ്രാമവീഥിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിപോക്കരായ ചിലർ അഭിപ്രായപ്പെട്ടു, അല്ല ഇവരെന്ത് മണ്ടന്മാര്, ഈ കഴുതയെ നടത്തിക്കൊണ്ട് പോകുന്നു, അവർക്ക് യാത്ര ചെയ്തുകൂടെ? ശരിയാണല്ലോ. അച്ഛൻ കഴുതപ്പുറത്തിരുന്നു, യാത്ര തുടർന്നു. അപ്പോൾ അടുത്ത വഴിയാത്രക്കാരൻ പറഞ്ഞു, എന്തൊരു കഷ്ടമാണിത്, ആ കൊച്ചുകുട്ടിയെ ഈ പൊരിവെയിലത്ത് നടത്തിക്കൊണ്ടു പോകുന്നു, അച്ഛൻ ഗമയിൽ കഴുതപ്പുറത്തിരിക്കുന്നു. കേട്ടപ്പോൾ അച്ഛന് തോന്നി, ശരിയാണല്ലോ. മകനോട് കഴുതപ്പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ നടക്കാൻ തുടങ്ങി. അടുത്ത വളവിൽ വെച്ച് അടുത്ത യാത്രക്കാരൻ മറ്റൊരു കമന്റാണ് പറഞ്ഞത്, പാവം അച്ഛൻ നടന്നു പോകുന്നു, മകനോ ചെറുപ്പമല്ലേ, എന്നിട്ട് പോലും അവനാണ് കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നത്, ഇത് ശരിയാണോ? ഉടനെ അച്ഛനും മകനും കഴുതപ്പുറത്തിരുന്നു. രണ്ടുപേരും കഴുതപ്പുറത്തിരുന്ന് സഞ്ചരിച്ച് അടുത്ത വളവിലെത്തിയപ്പോൾ അതാ അടുത്ത സഞ്ചാരി മറ്റൊരു കമന്റ് പറയുന്നു, പാവം കഴുത, ഈ അച്ഛനും മകനും അതിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ താങ്ങാനാവുമോ അതിന്? ശോ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. വീണ്ടും അച്ഛനും മകനും കഴുതപ്പുറത്തു നിന്നിറങ്ങി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിരന്തരമായി സംഭവിക്കാറുള്ള ഒരു കാര്യമല്ലേ ഇത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? വ്യക്തമായ ഒരു അഭിപ്രായം കൃത്യമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ അപഹാസ്യരാകും. അതുകൊണ്ട് നേതൃത്വ ശേഷി പ്രകടിപ്പിക്കേണ്ട ഒരാൾ കൃത്യവും വ്യക്തവുമായ തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുവാൻ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും വേണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ നമ്മൾ തളർന്നു പോകരുത് എന്ന് മാത്രമല്ല, നമ്മളെടുത്ത തീരുമാനം യുക്തിഭദ്രമാണ് എന്ന് സ്വയം ബോധ്യപ്പെടുകയും വേണം.